ദൈവമേ നാളെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഇത് ഉണ്ടാക്കി തന്നെ അവൻ കട്ട് തിന്നുകയും ചെയ്ത് അല്ല കൊടുത്തതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും അവൻ ത്രെറ്റനിങ് ആയി. ഒരാവശ്യമില്ലാണ്ട് അൺവാണ്ടഡ് ആയിട്ട് പോയതല്ലേ. ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഒരു ബോധമില്ല. ഇത് തുറന്ന് ഒന്ന് സംസാരിച്ച് നോക്ക്. ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കുന്തോ വേണമെങ്കിലും കാണിച്ച് ഒരു കുഴപ്പമില്ല. അതിന് മുമ്പ് കിടന്നിട്ട് ഈ തിരുവാതിര കളിക്കാൻ നിൽക്കരുത്. അവിഹിതത്തിന് പറ്റിയൊരു പേര് പറഞ്ഞു. ഞാൻ പറയാം, ഐസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അവൾ കൊടുത്തിട്ടല്ലേ എന്നല്ലേ പറഞ്ഞത്. അവൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് അതിന് സ്വാതന്ത്ര്യമില്ല. ഞാൻ പറഞ്ഞത് ക്യാമറാമാൻ ഒന്ന് പറയൂ. റിവൈൻഡ് അടിക്കണോ? അവിഹിതം എന്താന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. അതെ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? വല്ലവനും തിന്നാൻ വെച്ചണ സാധനം നമ്മൾ അവനില്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് തിന്നണേനാണ്. ഞാൻ സിമ്പിളായിട്ട് അത്രേ പറയണുള്ളൂ. എനിക്കെതിരെ അലിഗേഷൻ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഫുള്ള് പെണ്ണോടി ഇറന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു ഇമോഷണൽ ഇത് ഇച്ചിരി കൂടുതൽ. അതുകൊണ്ടാണ് അതിലുണ്ടാവുന്നതാണ് ഈ കൊലപാതകവും ആത്മഹത്യയും മൊത്തം. ചത്തിൽ ഞാൻ പോയി തല്ലിക്കൊന്നാണ്. അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. 8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവിടെ വന്നപ്പോഴേക്കും ഒരു കോളേജുകാർ പറ്റിച്ചു. അങ്ങനെ ഒരു കോളേജും ഇല്ല, ഒന്നുമില്ല. ഒരു കുഞ്ഞി കടയിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. സ്വന്തമായിട്ട് സ്പാനർ പോലും ഇല്ല. എന്നിട്ടാണ് ഫ്ലൈറ്റ് തന്നേക്കണ എഞ്ചിനീയർ ആക്കാൻ പോണത്. ഇത്തവണ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഈ ഇന്റർവ്യൂ എടുത്തിട്ട് പോയാൽ ഇപ്പൊ പുള്ളി ഓർക്കുന്നുണ്ട്. പുള്ളി എന്റെ ഐഡിയ ആയി പോയത് ഇങ്ങോട്ട് ചോദിച്ചു വന്നതാണേ. ഞാനെന്ത് ചെയ്യാനാ? മറ്റേ നമ്മള് ഞാൻ കുഞ്ഞ് സെലിബ്രിറ്റി ആയി പോയില്ലേ. ഇന്ത്യൻസ് ആയതുകൊണ്ടാണോ അവരിതോ അതോ മൊത്തത്തിൽ ഇന്ത്യൻസ് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒന്നും വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, ഗാഡ എന്നാണ് പേര്. എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ സോറി. അവരാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അവർ അന്വേഷിച്ച കേസുകൾ 90% തെളിഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ എവിടെയാണെങ്കിലും പോയി ആളെ പൊക്കും. ദുബായിലൊക്കെ ഒരു ഏജൻസി പോയിട്ട് കേസ് അന്വേഷിച്ച രജിസ്റ്ററൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് തീരുമാനം വേണ്ടി അവരിവിടെ വന്ന് പൊക്കിക്കോളും. ഈ പറഞ്ഞ അതിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. ഈ മറ്റേ കൊലപാതകമാണെന്ന് പറഞ്ഞു. കൊലപാതകമാണെങ്കിൽ ആ സംശയത്തിൽ 2-3 പേരുണ്ടാവുമല്ലോ. ഇത് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ചോദിക്കാൻ കാരണം, ഞാൻ പണ്ടൊരു പയ്യന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മകൻ കാനഡയിൽ സ്വന്തമായിട്ട് പഠിച്ച് IELTS എഴുതി. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സഹായത്തോടെ അല്ലാതെ വീട്ടിലിരുന്ന് പഠിച്ച് ഓൺലൈനായിട്ട് പഠിച്ച ഒരു പയ്യൻ IELTS എഴുതി വെളിയിൽ പോയി, നല്ല മാർക്കോടുകൂടി. അപ്പോൾ ഇവന്റെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് പേരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പയ്യനെ അവിടെ ചെന്നതിന് ശേഷം അവർ പറയുന്നത് ഡ്രഗ്സ് ഒക്കെ കൊടുത്തു, എന്തോ ഇതിനകത്ത് കലക്കി കൊടുത്തു. അത് ട്രൈ ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അല്ല, ഈ പയ്യനെ കുറെ പേര് ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ വേറെന്തൊക്കെയോ. എന്റെ സ്പീഡ് ഭയങ്കര കൂടുതലാ. അടങ്ങ്. നമ്മൾ വിഷയത്തിൽ തെന്നി മാറുന്നു. അപ്പം ഈ പയ്യനെ അവിടെ കൊണ്ടുപോയിട്ട് ഈ പയ്യന് ഇത് കൊടുത്തതിന്റെ കൂടുതൽ അളവിൽ എന്തോ കൊടുത്തതിന്റെ ഹാലൂസിനേഷൻ വന്ന് ഈ പയ്യൻ ആകെ സീനായി, ഇവൻ ഹോസ്പിറ്റലൈസ് ആയി. അങ്ങനെ കുറെ കേസ് കെട്ടുകൾ വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞത് ഫ്രീഡം ആണോ എന്നൊന്നും എനിക്കറിയില്ല. അവൈലബിൾ ആണ് ഈ പറഞ്ഞ മെറ്റീരിയൽസ്. അതെ, ഈ പിള്ളേരെ വെച്ചിട്ട് ആ പയ്യനാണെങ്കിൽ ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അവൻ ഇപ്പോഴും സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട്. അവൻ എന്നിട്ട് അവനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിന്റെ അമ്മ മോശമാണ് എന്നുള്ളൊരു വാചകം റിപ്പീറ്റഡ്ലി പറഞ്ഞു. ആ ചെറുക്കന് അത് ഭയങ്കര അതൊരു പാവം പിടിച്ച ചെറുക്കനാണ്. നമ്മൾ പറയില്ല, ചില ആളുകളില്ലേ ഭയങ്കര അയ്യോ പാവം. അതായത് ഈ സമൂഹത്തിന്റെ മറ്റേ ഇപ്പം നമ്മളോട് ഒരാൾ ഒരു ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഓണാന്ന് ഇങ്ങനെയെങ്കിലും വെക്കാൻ നമുക്ക് അറിയുന്ന ആളുകളല്ല, നമുക്ക് അറിയുന്ന ആളുകളും ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഒരു പയ്യനാണ്. അപ്പോൾ ആ പയ്യനത് ഭയങ്കര പ്രശ്നം. അവൻ്റെ പഠിത്തം നിർത്തി അവൻ തിരിച്ചിവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. ഇതുപോലെ തന്നെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻഷനലി ഒരു ട്രാപ്പിൽ പെടുത്തുന്നവരുണ്ട്. അല്ലാതെ ഓക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യുക എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. ഇത് കഞ്ചാവ് മാത്രം ഈ പറഞ്ഞ മയക്കുമരുന്ന് ഈസി ആയിട്ട് കിട്ടും. ഈ പറഞ്ഞ ഞാൻ നിന്ന സ്ഥലത്ത് ആരാ കൊണ്ടത്തന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തേലും ചെയ്യാൻ പറ്റുമാരാ? ചില സമയത്ത് ഒരു ബോധവും കിളിയില്ലാണ്ട് കിടക്കാം. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് കഞ്ചാവ് ഫാൻസ് അസോസിയേഷൻ്റെ വന്ന തെറികൾ എൻ്റെ പൊന്നു ഇത്രയും ഫാൻസ് ഉണ്ടോന്നാണ്. എടാ, ലഹരി എന്താണെങ്കിലും ഒരളവ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ പ്രശ്നമാണ്. ഇതിൽ നിന്നൊക്കെ തിരുത്തി വന്ന ആൾക്കാർ തന്നെ പറഞ്ഞു കേട്ടേക്കണ കാര്യം. ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. എല്ലാ സാധനവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ടോപ്പ് ലെവൽ സാധനങ്ങൾ അവിടെ കിട്ടും. അത് സിമ്പിൾ. അത് പിള്ളേർ അറിയാണ്ട് വന്ന് പെടുന്നതാണ് കുറേ. ഇതുങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യമൊക്കെ മാറി അങ്ങോട്ട് ടോട്ടലി. ഞാൻ കുറച്ച് ആൾ ആകെ ഭ്രാന്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ള കാശിനെ അടിച്ചു പൊളിച്ച് കിടക്കയറുന്ന അവിടെ. അപ്പം പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരാറായപ്പോൾ ആലോചിച്ചു, ആ കാശ് എന്തായിരുന്നു ഉള്ള കടം കുറച്ച് തീർക്കാറുന്നല്ലോ എന്ന് ആലോചിച്ചു പോയി. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. കാശൊക്കെ കിട്ടുന്നുണ്ട് പലർക്കും, നാട്ടിലേക്ക് എത്തൂലെന്നുള്ളൂ. അതവിടെ തന്നെ എന്തെങ്കിലും 2 കുപ്പി വാങ്ങിച്ചു തന്നെ തീരാന്നതേ ഉള്ളൂ. അതിനുള്ള കാശ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് പാർട്ട് ടൈം ചെയ്ത് പല പയ്യന്മാർക്കും കിട്ടുന്ന ഒരു നോർമൽ ആവറേജ് കേസസാണ്. ഞാൻ നിന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ ഒരു 600-500 യൂറോ ഒക്കെ കിട്ടണതിൽ ഡെയിലി ഒരു കുപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എന്തുണ്ടാവാനാ? എനിക്കറിയാവുന്ന അങ്ങനത്തെ ഒരു പയ്യനുണ്ട്. കറക്റ്റ് നമ്മുടെ
ഏതണ പടം ഒരു സിനിമ ഉണ്ടല്ല ആത്മാവേ പോ, അതിൻ്റെ അകത്തൊരു ജാക്കറ്റ് ഇട്ട ഒരാളുണ്ട് ഫുൾ ടൈം ചുമയുടെ മരുന്നൊക്കെ എടുത്ത് കുടിക്കണ. ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവന് പേര് ഞാൻ പറയാനുള്ള, അവൻ ഇവിടെ വന്ന് തന്നെ ഇടിക്കും. പുള്ളി കാലത്തെ പല്ലേക്കണ തന്നെ ബീർ വെച്ചിട്ടാ അമ്മാരി അടിയായിരുന്നു. പുള്ളിക്ക് വേണ്ടി അടിയിലത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ബീർ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അവർ. പുള്ളി നാട്ടിൽ പോയത് അവരറിഞ്ഞില്ല, എൻ്റെ കുറഞ്ഞ റേറ്റിൽ വിറ്റ്. നമ്മളിത് ഇങ്ങനെ ഫണ്ണിയായിട്ട് പറയുന്ന, പക്ഷെ മേ ബി അങ്ങനെ ആവാം. അവിടെ സ്റ്റോക്ക് കൊണ്ടുവന്ന് ഇവനൊരു കേസൊക്കെ വാങ്ങിച്ച് ഡെയിലി കാലത്ത് കൊണ്ടുവന്ന് മോളിൽ കയറ്റി വെച്ചിരുന്ന അടിയോട് അടി തന്നെ. ഒരു കാര്യമില്ല. പുള്ളിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പുള്ളി കടത്തിൻ്റെ വിഷമം എന്ന് പറയുന്നത്. 10-8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവിടെ വന്നപ്പോഴേക്കും ഒരു കോളേജുകാർ പറ്റിച്ചു. അങ്ങനെ ഒരു കോളേജും ഇല്ല, ഒന്നുമില്ല. ഒരു കുഞ്ഞി കടയിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. സ്വന്തമായിട്ട് സ്പാനർ പോലും ഇല്ല. എന്നിട്ടാണ് ഫ്ലൈറ്റ് തന്നേക്കണ എഞ്ചിനീയർ ആക്കാൻ പോകണം. ഇതായിരുന്ന അവസ്ഥ. നോക്കണം, ഏജൻസിക്കാർ ഇവിടെ നല്ല പറ്റിക്കില്ല. അത് കൂടുതലും മലയാളീസും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്, നല്ല ഏജൻസീസ് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ലെന്നേ. ഈ മെയിനായിട്ട് എല്ലാവരും ചിന്തിക്കേണ്ടത്, ചെന്ന് കയറുമ്പോൾ AC നല്ല അടിപൊളി കുറേ പെൺപിള്ളേരും കിടിലം പെയിൻറ്റ് ചെയ്ത ഓഫീസും കാണുമ്പോൾ ഇതാണ് സൂപ്പർ എന്ന് വിചാരിക്കല്ലേ. ചിലപ്പോൾ അടുത്ത വലിയ ലുക്കില്ലാത്തൊരു ഓഫീസായിരിക്കും. എനിക്കിവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഒരു ഓഫീസിൽ ചെന്നതാണ്. ഞാൻ അവരോട് പറഞ്ഞു, പെട്ടെന്ന് ഉറപ്പായപ്പം പറഞ്ഞു, ഒരു റിസപ്ഷനിലിരിക്കണ പെൺകുച്ചിനടുത്ത് വേണമെങ്കിൽ ഇറങ്ങി ഓടിക്കും, ഞാൻ അതൊക്കെ കൂടി തീയിട്ട് കത്തിക്കാൻ പോകുന്നു. അങ്ങനെ അവരുടെ മുതലാളിമാരൊക്കെ വന്നിട്ട് സോൾവ് ആക്കി വിട്ട്. പക്ഷെ അവരത് എന്നെ കയറ്റി വിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഏജൻസി ഉണ്ടായിരുന്നു. വലിയ AC സെറ്റപ്പ് ഒന്നുമില്ല, ആകെ ഒരു 2-3 സ്റ്റാഫ് ഉണ്ട്. പക്കായിരുന്നല്ലേ? അടിപൊളിയായിട്ട് എല്ലാം പക്കയായിട്ട് ചെയ്തത്, ഒരു കുഴപ്പമില്ല. പിന്നെ അതൊക്കെ തുടക്കത്തിലേ കാണുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബിസിനസ് നോക്കുമ്പോഴേക്കും തിത്തിത്താര തിരുവാതിരയായി. പിന്നെ ഇനിയിപ്പോൾ ഈ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ ഹിതവും അവിഹിതവും അപരാധവും ഇയാളത് വിട്ടില്ലേ? ഇല്ല. എനിക്ക് ഈ അവിഹിതം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. അതെ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഇയാളുടെ ടൈം വല്ലവനും തിന്നാൻ വെച്ചണ സാധനം നമ്മൾ അവനില്ലാത്ത സമയത്ത് അവിടെ പോയെടുത്ത് തിന്നണേനാണ്. ഞാൻ സിമ്പിളായിട്ട് അത്രേ പറയണുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ചെയ്യാം, വിശപ്പ് മൂത്തിരിക്കുകയാണെങ്കിൽ പോയി ചെയ്തോ, അവരവരുടെ റിസ്കിൽ. അത്രേ ഉള്ളൂ. ആലോചിക്കണം ഇത് എന്താണ് ആലോചിച്ചതല്ല. ഞാൻ അവിടെ കിടന്നാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ കണ്ടത്. അവിടെ കിടന്നത് കണ്ട് ശീലമായി എൻ്റെ പുറത്ത്. ഇപ്പോൾ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഹേർട്ടാവുന്ന. നിങ്ങൾ പറഞ്ഞ അവിടെ ചെന്ന് കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അത് മൊത്തം ഇന്ത്യൻസിന്റെ ആയിരിക്കാം. അപ്പോൾ എനിക്കെതിരെ അലിഗേഷൻ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഫുള്ള് പെണ്ണൂടി ഇറന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, എന്താണ് കാര്യം, ആരാണ് ഈ പറഞ്ഞ പെണ്ണുങ്ങൾ, എന്താണ് സംഭവം എന്നൊന്നും ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതൊന്നും ഇല്ലാണ്ട് മാന്യമായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ കിടന്ന് പറയേണ്ടായിരുന്നു. ഞാൻ സാധാരണ പിന്നെ എൻ്റെ ലൈഫൊക്കെ സ്പോയിലായി. മറ്റേ അൾട്രാ പ്രോ മാക്സ് 3G ആയ സമയത്ത് ഞാൻ തോന്നിയ പോലെ അടിച്ചു പൊളിച്ച് കിടന്നു. അപ്പോഴും ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനു മൈൻഡ് ആക്കണത് ഈ പറയുന്ന ആൾക്കാരല്ല. ഞാൻ ചോദിക്കുന്ന യൂറോപ്യൻ കൾച്ചറിൽ ജീവിക്കുന്ന ഒരാൾക്ക്. ഞാൻ യൂറോപ്യൻ കൾച്ചർ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ഒരു അവിഹിതമായിട്ട് തോന്നുന്നത് തന്നെ ഒരു മലയാളിയുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള ചിന്തയാണ്. നമ്മൾ അവിടെ ഒരു കൾച്ചറിൽ 2 വ്യക്തികൾ ലീഗലി മാരീഡ് ആണെങ്കിൽ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അതാണ് എന്താ പറയുക, മനുഷ്യനുണ്ടായ കാലം തൊട്ടേ അങ്ങനെ ഉണ്ട്. അതൊരു ഈ ലീഗൽ മാരേജ് ലൈക്ക് ഒരു വേലിക്കൂട് സ്ട്രക്ചർ അല്ലേ? ഈ മാരേജിൽ ഇറ്റ്സ് ലൈക്ക് എ കോൺട്രാക്റ്റ് ആണ്. മാരേജ് ലൈക്ക് കോൺട്രാക്ട് ആണ്, ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ആണ് അവിടെ പിടിച്ചു നിർത്തുന്നത്. ഞാൻ ചോദിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് നമ്മുടെയൊക്കെ ചെറുതിലേക്ക് കേൾക്കാനുള്ള പ്രധാന കാരണം അവിടെ എല്ലാത്തിനും ഫ്രീഡം അല്ല. ഞാനതാ വളരെ ഡീസന്റ് ആണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു പേഴ്സണൽ വ്യക്തിക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, പേഴ്സണൽ സ്പേസ്. ആ സ്പേസിന്റെ ഉള്ളിൽ നിന്ന് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും. അവർ ഈ പറഞ്ഞാൽ ഇടിയും തടയൊന്നുമില്ല. ഗുഡ് ബൈ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇതാണ് അവിടുത്തെ ഒരു നമ്മൾ ഇമോഷണൽ, നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു ഇമോഷണൽ ഇത് ഇച്ചിരി കൂടുതൽ. അതുകൊണ്ടാണ് അതിലുണ്ടാവുന്നതാണ് ഈ കൊലപാതകവും ആത്മഹത്യയും മൊത്തം. ഇവിടത്തൊക്കെ തന്നെ ഒരുപാട് കേസുണ്ട്. എനിക്ക് ഡെയിലി വരുന്നുണ്ട് ആത്മഹത്യ ചെയ്ത്. വെറുതെ ചുമ്മാ ഇരിക്കും ആത്മഹത്യ ചെയ്ത് പറഞ്ഞു. എന്തിനാ പ്രേമം പൊട്ടി, ചെക്കൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു, പെണ്ണ് അത്. പെൺപിള്ളേരെ കേസ് അധികമില്ല. ചെക്കന്മാരെന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ പെൺപിള്ളേർ തൂങ്ങിയ കേസുകളേ ഉള്ളൂ. ഇതാ ആലോചിക്കുമ്പോഴേക്കും കാരണങ്ങൾ അറിയുമ്പോൾ അയ്യേ ചത്തിൽ ഞാൻ പോയി തല്ലിക്കൊന്നാണ്. അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. വെറുതെ ഫോൺ വിളിച്ച് ചൂടായാനൊരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്തേക്കണം. അവരെ കുടുംബത്തിന് പോയില്ലേ. അതാ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇമോഷൻ്റെ കുഴപ്പം അത്. പക്ഷെ എന്നാലും മറ്റൊരു വ്യക്തി വേദനിക്കുന്നുണ്ട് അവിടെ, അത് ഓർക്കണം. സിൻസിയറായിട്ട് നമുക്കറിയില്ല, നമ്മൾ ഈ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല ആ വ്യക്തി നമ്മളെ സിൻസിയറായിട്ടാണോ സ്നേഹിക്കണേ അല്ലെങ്കിൽ നമ്മളിൽ ഭയങ്കര ഡിപ്പെൻഡ് ആയി നിൽക്കണേ എന്നുള്ളത് നമുക്ക് ചില സമയത്ത് അറിയത്തില്ല. അത് സത്യമോ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമോ. ഞാൻ ചെയ്തു എന്നല്ല പറഞ്ഞത്, എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കേസ് അത്. ഒളിച്ചു വെക്കലും മറച്ചു വെക്കലൊക്കെ ഇവരൊക്കെ വിചാരം ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നാ. പക്ഷെ അറിയുന്നൊരു സമയം വരും.
എത്രമാത്രം ഹേർട്ടാവുന്ന അറിയും. ആ സമയത്താണ് നമ്മുടെ ഇമോഷണൽ പ്രശ്നം. അപ്പോഴും നമ്മളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കട്ടെ പോയി നമ്മള് നമ്മളെ രണ്ടുപേരും മിക്കവാറും സയന്റിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കും, റിസർച്ച് ചെയ്ത്. ബാക്ക് ടു ടോപ്പിക്. അപ്പോഴും എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പം താങ്കൾ കല്യാണം കഴിച്ച ഒരാളാണ്, താങ്കളുടെ ഭാര്യയോട്, അപ്പം ഞാൻ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ താങ്കൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ പൂർവ്വം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും രസം, ഇടയ്ക്ക് അങ്ങോട്ടൊന്നും പോവണ്ട. ആ വ്യക്തിയോട് നമ്മൾക്കൊരു ആളുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ദാമ്പത്തികമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ട് വ്യക്തികളായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മളത് 100% സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ അവർക്കത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അല്ല 100 വേണ്ട, നമ്മൾ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെന്ന് ഈ പറയുന്ന ആരെങ്കിലുമൊക്കെ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി, പ്ലഷറിന് വേണ്ടിയിട്ട് ഒരാളെ വളയ്ക്കുകയോ അവരെ ലൈംഗികമായി ചൂസ് ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് അവരുടെ ഒരു പ്രശ്നമാണ്. അല്ലാണ്ട് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഡിവോഴ്സിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു പരിഗണന എന്ന് പറയാം. പരിഗണനയുടെ വേർഡിങ്സ്, ഡിവോഴ്സിന്റെ റീസൺ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് വളരെ റെയറാ. പരിഗണന മീൻസ് എനിക്ക് എങ്ങനെ അത് പറഞ്ഞു തരണം എന്നറിയില്ല. അതായത് നമ്മൾ ആ വ്യക്തിയിലെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് എല്ലാം കിട്ടിയില്ലെങ്കിലും 50% എങ്കിലും കിട്ടണം. അപ്പോഴാണ് ഇല്ലീഗൽ, നിങ്ങൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് സ്പേസ് മറ്റൊരാൾക്ക് കയറാൻ മാത്രമെന്നല്ല. കാരണം അപ്പം എപ്പോഴും പറയുന്നത് ഞാൻ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ അതേ ഡയലോഗ്, എത്രമാത്രം സ്നേഹിച്ചു, പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി ചെയ്തിട്ടാണോ? നമ്മൾക്കൊരാളുടെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടിയും ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. അത് ഡ്യൂട്ടി അല്ല, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. നമ്മളത് ചെയ്തേ പറ്റും. നമ്മൾ വേറെ ഒന്നും വേണ്ട. നമ്മൾ കുഞ്ഞാക്കി ഇത്രയും രീതിയിൽ വളരുന്ന നമ്മൾ ഇങ്ങനെ വളരുമ്പോൾ നമ്മുടെ എല്ലാ പാർട്സും ഒരേപോലെ തന്നെയാണ് വളരണത്. അല്ലാണ്ട് ഇത്ര നീളത്തിൽ കൈ ഇത്ര നീളം അങ്ങനെയൊന്നും അല്ലല്ലോ, ഈക്വലായിട്ടാണ് ഇതൊക്കെ വളരുന്നത്. അപ്പോൾ ഈ പറയുന്ന റിലേഷൻഷിപ്പിലും നമ്മൾ അത് ഏത് ബന്ധമായിക്കോട്ടെ, സൗഹൃദത്തിലാണെങ്കിൽ പോലും, ഈവൻ ഈ സൗഹൃദം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അത് പാലിച്ചിട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ അവിഹിതത്തിന്റെ കാര്യത്തിൽ എന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷെ ജനറലി ചോദിക്കുകയാണെങ്കിൽ അല്ല, അങ്ങനെ നമ്മളിപ്പോ ഒരാളെ അവിഹിതമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ കേസസ് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ലൈക്ക് ഇത് പറയാവുന്ന എനിക്കറിയില്ല, പക്ഷെ പേരൊന്നും ഐഡന്റിറ്റി പറയുന്നില്ല. ഓഫ് കോഴ്സ് ലൈക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടി നോക്കും എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്, കൊല്ലും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അയാളെന്തിനാ വെറുതെ നിങ്ങളെ കൊല്ലുന്നത്? എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പേജ് എത്രയായി? 35 സംതിങ് എന്തോയി. നിങ്ങൾ മാരീഡ് ആണോ? അതെ. എന്താ നിങ്ങളുടെ ഹസ്ബൻഡാണോ അത്? അല്ല. പിന്നെ ആരത്? എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വൈകുന്നേരം സംസാരിക്കാനായിട്ട് വൈകുന്നേരം എനിക്ക് വേറെ ലിങ്ക് ഉണ്ട് അയ്യമ്മോടെ, അതാകുമ്പോൾ നമ്പർ ഷെയർ ചെയ്യണ്ട, അതിൽ കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ കോൺവെർസേഷൻ മറ്റൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ മിസ്യൂസ് ചെയ്യും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതെന്താ സംഭവം? ഇതൊക്കെ സംസാരിച്ച് വന്നത് ചത്ത് മരിച്ച് ജീവിച്ച് എന്നുള്ള രീതിയിലാണ്. ഈ അവസാനത്തെ ഓടി എനിക്കങ്ങാണാനും വല്ല ഇട്ടുകയെന്നുണ്ടെങ്കിൽ നാളെ പോലീസ് വന്ന് എന്നെ തൂക്കിയെടുത്തുണ്ടോ എന്നുള്ള പേടി പലപ്പോഴും ഉണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീയാണ് കൊലപാതകം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അല്ല തുമ്പ് കണ്ടുപിടിക്കാനോ? ഞാനപ്പോൾ ഇത് എന്തെങ്കിലും ആയിട്ട് ഇത് ഏതെങ്കിലും ഒരു കരക്കടിപ്പിച്ച് വിടാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് നല്ല റിലേഷനായിരുന്ന ഒരു പെൺകുച്ചുണ്ട് അവർക്ക്. അപ്പോൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കുറവാണ്, സാറ്റിസ്ഫൈഡ് അല്ലാതെ. ഞാൻ പറഞ്ഞ അതിന് അപ്പോൾ എനിക്ക് ഓഫീസിൽ ഒരാൾ ഇഷ്ടമെന്ന് ഓഫീസിൻ്റെ അടുത്തുള്ള ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞ് കുറേ പുറകെ കിടന്നപ്പോഴേക്കും അയാളായിട്ട് കയറി ഒട്ടി. ഇയാളായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇയാൾ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് എന്തോ ആക്സിഡൻറ്റോ എന്തോ കൈ എന്തോ ഒടിഞ്ഞ സമയത്ത് ഈ ലേഡിയും ഹസ്ബൻഡും കൊച്ചും കൂടി ഹോസ്പിറ്റലിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ ലേഡിയും ഹസ്ബൻഡും തമ്മിൽ പിന്നെ സംസാരിച്ചപ്പോൾ ഇവരുടെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു, ഹസ്ബൻഡ് ഇങ്ങോട്ടും പറഞ്ഞു. അവർ തമ്മിൽ ഓക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പോകും. അപ്പോൾ മറ്റവൻ വന്നിട്ട് അവിടെ വിഷയം അവൻ കട്ട് തിന്നുകയും ചെയ്ത് അല്ല കൊടുത്തതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും അവൻ ത്രെറ്റനിങ് ആയി. ഒരാവശ്യമില്ലാണ്ട് അൺവാണ്ടഡ് ആയിട്ട് പോയതല്ലേ. ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഒരു ബോധമില്ല. ഇത് തുറന്ന് ഒന്ന് സംസാരിച്ച് നോക്ക്, ടിക്കറ്റ് എടുത്ത് നോക്കുന്ന പറഞ്ഞാൽ സംസാരിച്ച് നോക്ക്. ചിലപ്പോൾ അതുകൊണ്ട് ഒരു സോൾവ് ആകും പല പ്രശ്നങ്ങളും. ഇത് അതിനൊന്നും നിൽക്കത്തില്ല. പുറത്തുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ചിലർ ഫാമിലിയിൽ അച്ഛനമ്മ എടുത്ത്, പെൺകുട്ടികളാണെങ്കിൽ അച്ഛനമ്മ എടുത്ത് പറയും. അവർ വളർന്നു വന്ന എക്കോസിസ്റ്റം അതാണ്, കംഫർട്ട് സോണോ അതാ. എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കുന്ന രീതിയിലാക്കിയെടുക്കും പാരൻസിനെ. ഇപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന പത്രത്തിൽ വായിക്കുന്ന ന്യൂസുകളിൽ വരുന്ന ന്യൂസുകൾ ഉൾപ്പെടെ അങ്ങനെയാണ്. പെൺകുട്ടികൾ എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കും പാരൻസ്. അവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പലപ്പോഴും. ഇതൊക്കെയാണ് ബേസിക്കലി സംഭവിക്കുന്നത്. തുറന്ന് സംസാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ
അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ചേ പറ്റൂ. അതിനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിലും കയറി സംസാരിച്ചോളാം, വേറെ വഴിയില്ല. അല്ലാതെ അവിടെ വെച്ച് ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക. ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കുന്തോ വേണമെങ്കിലും കാണിച്ച് ഒരു കുഴപ്പമില്ല. അതിന് മുമ്പ് കിടന്നിട്ട് ഈ തിരുവാതിര കളിക്കാൻ നിൽക്കരുത്. അതുങ്ങൾ ഇപ്പോഴും മലയാളികൾ വളരെ ലോക്കലായിട്ട്, മലയാളികൾ എന്നല്ല, ഇപ്പം നമ്മളൊരു ഫോർവേഡഡ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ പണ്ടത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അമ്മാവന്മാരുൾപ്പെടെയുള്ള ഒരു പറയുന്ന ലാംഗ്വേജാണ് കൊടുത്തില്ലേ, തിന്നിട്ടില്ലേ, അവിഹിതം. ഇതൊക്കെ ഈ ലാംഗ്വേജ് ഒക്കെ അവിഹിതം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ യൂസ് ചെയ്യണമെന്നല്ല, അന്നും ഉണ്ട്. പക്ഷെ തിന്നില്ലേ, അവിഹിതത്തിന് പറ്റിയൊരു പേര് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. ഐസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെയിറ്റ്, ഓക്കെ, ഞാനെല്ലാം അംഗീകരിക്കുന്നു. അപ്പം ഈ പറയുന്ന ലാംഗ്വേജ് ഒക്കെ പക്ക കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ യൂറോപ്പിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിലുള്ള ഒരാളാണ്. ലൈക്ക് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പോലും നിങ്ങളുടെ സംസാരത്തിൽ. യൂറോപ്പിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പക്ഷെ മലയാളികളുടെ തിരുവാതിര ഒരു കല്ലെടുത്തറിഞ്ഞ വീണ ഏതൊരു മലയാളിയുടെ തലയില്ല. ഞാൻ അവരുടെ മിണ്ടാറുമില്ല. ഞാൻ അവിടുത്തെ സായിപ്പന്മാരുടെ അടുത്തായിട്ട് മിണ്ടാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കൾച്ചർ എന്റെ വായിന്ന് തന്നെ വർത്താനത്തിന്റെ കേസ് ചില സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ എല്ലാ വീഡിയോ ഒരുപോലെ അല്ല. ഇതിപ്പോ കുറച്ചു നേരം വേണ്ടി സംസാരിച്ച് കഴിഞ്ഞ് കമ്പനിയൊക്കെ ഇത് വേറെ എന്തെങ്കിലും പറഞ്ഞോണേ, അത് ഇവിടെ വെച്ച് നിർത്തണോ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി വന്നു കഴിഞ്ഞൊരു സ്ഥലത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരികമായോ ബന്ധപ്പെടുന്നതോ ഒന്നും ഒരു കൊടുക്കൽ വാങ്ങലൊന്നുമില്ല. അത് അവരുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷമാണ്. അവിടെ മൂന്നാമതൊരാൾ വന്ന് കൊടുത്തില്ലേ, തിന്നില്ലേ എന്നുള്ളൊരു ഡയലോഗൊക്കെ ഒട്ടും ചേരാത്ത പദങ്ങളാണ്. അവൾ കൊടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ അതിനകത്ത് എനിക്ക് ആസ് എ പേഴ്സൺ അത് ആ സംസാരത്തിൽ ആ വിഷയത്തിൽ അതവിടെ യൂസ് ചെയ്യേണ്ട വന്നത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അല്ല, അതെ, അത് പറയുമ്പോൾ പോലും അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ആള് വിശ്വസിച്ച് സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കുമ്പോ അയാൾ പോലും അറിയേണ്ട ആളെ പറ്റിക്കണ നല്ല പുണ്യാളന്മാരെ ഞാൻ അല്ലയോ മഹാനുഭാവലും മറ്റേ ഇതിൽ പറഞ്ഞ പോലെ അങ്ങേരെ കരസ്പർശത്തിൽ ഞാൻ ചോദിക്കുന്ന പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? എന്റെ ഫസ്റ്റ് ചോദ്യം മുതൽ ഈ നിമിഷം വരെയുള്ള ചോദ്യം അത് മാത്രമാണ്. ആ ഒരു വ്യക്തി, ഇപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു ഭാര്യ ഭർത്താവ് സ്നേഹിച്ച് കഴിഞ്ഞു, അയാളുടെ ഭാര്യയ്ക്ക് ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് സെക്ഷലി കിട്ടാത്തത് കൊണ്ട് മറ്റൊരാളുടെ അടുത്ത് പോയി എന്നുള്ളതാണ് കഥ. അല്ല, ഓക്കെ, അവര് പറഞ്ഞ കഥ. അതിനെ പുറത്ത് നിൽക്കുന്ന നമ്മള് അവൾക്ക് ഇത് മൂത്തിട്ട പോയെന്നോ അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ടി അത് മൂത്തിട്ട പോയെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവര് പോയി. ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആണല്ലോ, അതെ, അതിന് അവരുടെ ആ പെൺകുട്ടിയുടെ സന്തോഷമാണത്. ആ പെൺകുട്ടിയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറയട്ടെ, നാളെ IP പോയ രണ്ടാമത്തെ ആള് അയാള് സന്തോഷം കൊടുക്കാനുള്ള അടുത്ത ആളെടുത്ത് സന്തോഷത്തിന് പോകും. സന്തോഷിച്ച് ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി എല്ലാവരോടും. ഞാൻ അങ്ങനെയല്ല ഇപ്പോഴും. അതെനിക്ക് വെരി സോറി. അവിടെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, തുറന്ന് സംസാരിച്ചപ്പോ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഭാര്യ ഭർത്താവ് ബന്ധമാണെങ്കിൽ, ഞാൻ പറഞ്ഞ നമ്മുടെ സൗഹൃദത്തിലാണെങ്കിൽ പോലും തുറന്ന് സംസാരിക്കണം. എങ്കിലേ ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറയുന്ന ഐഡിയോളജി കൺവേ ആവാത്തതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ഒച്ച പൊങ്ങുന്നത്. എനിക്ക് അത്രക്കുള്ള ഒരു ബുദ്ധിയില്ല കണക്ട് ചെയ്യാൻ. എന്നെ ഒന്ന് ആക്കിയത് നിങ്ങളുടെ പോലെ അല്ലല്ല. ഇതിന് ബുദ്ധിയോ വിവരോ അങ്ങനെയല്ല. ഇത് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ ബോഡി എന്റെ റൈറ്റ് ആണ്. അതിൽ ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുകയോ ഞാൻ ഒരാളുമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ റൈറ്റ്സ് ആണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം കൂടെ, അതിൽ ഞാൻ ഒരാളെ ചതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തെറ്റ് ശരികളുടെ ഒരു സങ്കലനം വരുന്നത് അവിടെയാണ്. ഓക്കെ, എനിക്ക് ഇമോഷണലി ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രം പറയാൻ കാരണം എനിക്ക് വേറൊരാളെ ഉപമിച്ചാൽ എനിക്ക് ഇടി കിട്ടുമായിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഈ ഇപ്പം എൻ്റെ ഭർത്താവ് ഇതെല്ലാം തരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എനിക്ക് സ്നേഹം തരുന്നുണ്ടായിരിക്കാം, കെയർ തരുന്നുണ്ടായിരിക്കാം, സെക്സ് തരുന്നുണ്ടായിരിക്കാം, എല്ലാം തരും, മണി. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് വേറൊരാളുടെ സെക്സ്, മനുഷ്യനൊരിക്കലും മോണോഗമി അല്ല, ഇറ്റ്സ് എ പോളിഗാമി. ഒരാൾ ഒന്നിലും ഒതുങ്ങത്തില്ല. ഈ വിവാഹം ആണ് എല്ലാവർക്കും. ഈ ചട്ടക്കൂടിൽ ഞാൻ പറഞ്ഞ എല്ലാ ക്യാരക്ടർ അനുസരിച്ചിട്ടല്ല, മനുഷ്യൻ മോണോഗമി അല്ല, പോളിഗമിയാണ്. അവൻ ഒരിക്കലും ഒരാളിൽ തളച്ചിടാൻ പറ്റില്ല. ആ സിസ്റ്റമാണ് നമ്മൾ മാരേജ് എന്നുള്ള ഒരു കസ്റ്റം കൊണ്ട് നമ്മളിവിടെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്. ഓക്കെ, ശരി, എന്റെ വേർഡ് ഞാൻ പിൻവലിക്കുന്നു. മാരേജ് എന്ന സ്ട്രക്ചറിൽ നമ്മൾ ബിൽഡ് ചെയ്തേ അത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാനത് മാറ്റി പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാനെന്നൊരു സ്ത്രീയുടെ പണ്ട് മുതലുള്ള ഒരു പുരുഷന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ ആരുടെ കൂടെ കിടക്കണം, സ്ത്രീ എത്ര പേരുടെ കൂടെ പോകണം, സ്ത്രീ എങ്ങനെ നടക്കണം എന്നുള്ളത് ഇവിടുത്തെ പുരുഷന്മാരാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് സ്ത്രീ ആണെങ്കിലും അവൾ പോയെങ്കിൽ, അവൾക്ക് ഉറപ്പുണ്ടെങ്കിൽ
ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഞാനത് ചെയ്തു, ഓക്കെ, ഞാനത് ചെയ്തെങ്കിൽ ശരി, മീൻസ് ഭർത്താവ് ഇരിക്കുക അത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനോട് പറഞ്ഞത് മാപ്പിരക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. മൂന്നാമതൊരാൾ വന്നിട്ട് അവള് 100 പേരുടെ കൂടെ പോയില്ലേ, പല പേരുടെ കൂടെ പോയില്ലേ എന്ന് പറയേണ്ട കാര്യം. മൂന്നാമതൊരാൾക്ക് പറയേണ്ട കാര്യം അവിടെ എപ്പോഴും ഇല്ല. നിങ്ങൾ പറയുമ്പോ പോലും ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഈ കുറച്ചു മുമ്പ് ആ കഥ പറഞ്ഞപ്പോ പോലും നിങ്ങൾക്ക് പറയാവുന്ന ഒരു വേ എങ്ങനെയാണെന്ന് അറിയാം. എന്നെ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു, ആ കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണോ അല്ല, ഞാൻ കേട്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഓഡിയൻസ് ഉണ്ടല്ലോ, അവിടെ പറഞ്ഞൊരു വേർഡിങ്സ് എന്താണെന്നറിയാം. അവള് കൊടുത്തിട്ടല്ലേ എന്നാ, പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് ആ വേർഡിങ്സ് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്കത് ഇഷ്ടപ്പെടാത്തൊരു വേർഡാണ്. കൊടുത്തിട്ടല്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമുക്ക് ഫുഡ് പോലെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇമോഷണൽ സെക്സ്, നമുക്കെല്ലാം നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിക്കരുത്. അതൊരു കൊടുക്കൽ വാങ്ങലാണ് അവിടെ നടന്നേക്കുന്നത്. അങ്ങനെ കിട്ടാത്തതുകൊണ്ടല്ല, എനിക്കറിയുള്ളൂ. അതെ, അതിന് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് വേർഡിങ്സ് സൂക്ഷിക്കണം. നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കണം എന്നേ ഞാൻ പറഞ്ഞു. കാരണം അത് എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്റെ മുന്നിൽ വെച്ചത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി പോയി. കാരണം ഒരു സ്ത്രീയുടെ ഒരു നീഡ്സിനെ പോലും നിങ്ങൾ കൊടുപ്പല്ലേ എന്ന് പറയുന്നത്. ആ സാധനം ഞാൻ പറഞ്ഞില്ല, എന്റെ നിഘണ്ടുന്ന് ഇല്ലാതാക്കിയ കുറെ അല്ല, അവൾ കൊടുത്തിട്ടല്ലേ എന്നല്ലേ പറഞ്ഞത്. അവൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിന് സ്വാതന്ത്ര്യമില്ല. ഞാൻ പറഞ്ഞത് ക്യാമറാമാൻ ഒന്ന് പറയൂ, റിവൈൻഡ് അടിക്കണോ? അടിപ്പിക്കും. ഞാൻ ഇവിടെ കൊടുത്തിട്ടല്ലേ എന്നല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ, ഇല്ലില്ല, ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ അത്രയും ഞാൻ പറഞ്ഞില്ല. ഇല്ല, അത് അവിടെ അങ്ങനെയാണ്. ഞാൻ 2 പേർക്ക് ഈ പറയുന്ന നിങ്ങളെ പോലുള്ള കുറേ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എല്ലാം നെഗറ്റീവാണ്. ഇത്തരത്തിൽ നെഗറ്റീവ് ഞാൻ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞു. പക്ഷെ ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ഇതിപ്പോ ഞാൻ എന്റെ പ്രശ്നം എന്ന് പറയുക, ക്യാമറ ഇരിക്കണ ഞാൻ മറന്നു പോകാം ചിലപ്പോൾ സംസാരിച്ചു. അത് ശ്രദ്ധിക്കണം. ബിക്കോസ് ഞങ്ങളൊക്കെ ഫോളോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു 100 പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചു ഫോളോ എന്നെ ഇവിടെ ഫോളോ ചെയ്താൽ ഒരു ഫോട്ടോ അതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ അതിക്കുള്ളിൽ ഇടുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ, നമ്മളൊരു സാധനം ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയോളജി അല്ല നമ്മുടെ വായിൽ വരുന്നത് ചിലപ്പം എനിക്ക് ചിലപ്പോൾ ഇടിച്ച് കൂട്ടാൻ തോന്നുമായിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ സംസാരിക്കുന്നത് കാര്യപ്രസക്തമായ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ. കാരണം ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇതൊരു 10-50 വർഷം കഴിഞ്ഞാലും കിടക്കും. നിങ്ങളുടെ മക്കള് കാണുമ്പോൾ എന്റെ അപ്പൂപ്പൻ ഇത്രയും വൃത്തികെട്ട വാക്കുകളായിരുന്നു ഉപയോഗിച്ചതെന്ന് അന്ന് കുട്ടികൾക്ക് ഷെയിം തോന്നരുത്. അല്ല, ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്റെ തുടക്കകാലത്തെ വീഡിയോയിലെ തെറിവിളി കേട്ടിട്ടുണ്ടോ? പച്ചയ്ക്ക് വിളിക്കുമായിരുന്നു ഞാൻ. നല്ല വർത്താനം പറയാം. കുറച്ചെന്നാണോ? അല്ല, എന്റെ ഉമ്മ കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, ഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയും ചിലവന്മാർക്ക് കൊടുക്കേണ്ട രീതി കൊടുക്കുന്ന പറഞ്ഞു. വേറെ ഒന്നല്ല, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി ഇച്ചിരി ഒന്ന് കുറയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ ഒരു ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്തല്ലോ. റിയലി ഞാൻ ചോദ്യം ചെയ്തല്ല. എന്റെ ഫ്രണ്ട് വന്നിരുന്നപ്പം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ ഒരുമാതിരിപ്പെട്ട കുറച്ച് ആളുകളുടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് എനിക്ക് ഇതിന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നു, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും നല്ല ബോധ്യമുണ്ട്. ഞാൻ വീഡിയോ കാണുകയും എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാനത് അളക്കാറുണ്ട്. പക്ഷെ എൻ്റെ ബുദ്ധി ആയിരിക്കണമെന്നില്ല പുറത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ബുദ്ധി. അല്ല, അവർക്കത് എനിക്ക് ഞാൻ പറയില്ലേ, ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മോണിറ്റർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യണതിൽ നല്ല 10 കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറ്റ വേർഡ് ഇപ്പൊ നമ്മൾ തർക്കിക്കേണ്ടി വന്ന ഒറ്റ വേർഡിങ്സിലാണ്. അതുപോലെ നിങ്ങളെ പോലെ കുറെ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളരെ ഇതായിട്ട് മറ്റുള്ളവർ ഞങ്ങളെ പോലെ എന്ന് പറയണ്ട, അല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത്ര മോശമായിട്ട് വളച്ചൊടിച്ചല്ലോ. അങ്ങനെയുള്ളവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഞാൻ ലിറ്ററലി പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ എന്റെ ഒരു ലിസ്റ്റിൽ ഇട്ട് വെച്ചാണ് കുറെ ടീമുകൾ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തികളെ മാത്രം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക, ഒരു സാധനത്തിനെ മാത്രം വെച്ച് കണ്ടന്റ് പറഞ്ഞു പോണ തമ്പനിയിലെ ടൈറ്റിലും കേട്ടിട്ട് ഒരു 10% വേണ്ടേ എന്തെങ്കിലും തമ്പനിയിലെ ടൈറ്റിലും ഒരു തേങ്ങയില്ല, മുഴുവൻ കണ്ടാലും ഒരു തേങ്ങയില്ല. അവളെ ഹോട്ടലിൽ നിന്ന് പൊക്കി തെളിവുകൾ പുറത്ത് കാണുമ്പോൾ ഒന്നുമില്ല. ഞാൻ ഇന്നലെ കൂടി ഞാൻ കണ്ടു, ആളുടെ പേര് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് ഇടപെടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എബ്രോഡിലെ കുറച്ച് കാര്യങ്ങളാണ്. അത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും. ഇപ്പം നിങ്ങളെ പറഞ്ഞ മനീഷേട്ടൻ മവീഷേട്ടന്റെ കണ്ടന്റ് വേറെ അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. നമ്മളൊക്കെ നോക്കുന്ന ആൾക്കാരാ. കാരണം വിദേശത്തെ ജോലികൾ എങ്ങനെയുണ്ടെന്നൊക്കെ ആ ചേട്ടൻ്റെതിനകത്താണ് അറിയുന്നത്. ഞാൻ ഇനിയിപ്പോ യൂറോപ്പിലേക്ക് UK ഇല്ല, ഇനിയിപ്പോ നാട്ടിൽ തന്നെ ഉണ്ടാകും കുറച്ചാൾ. അപ്പൊ ഇവിടുത്തെ കണ്ടന്റ്സ് മാത്രമേ ഉള്ളൂ.
ഉണ്ടല്ലേ. ആ അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ ഇവിടെ കുറച്ച് സഹായിക്കട്ടെ, സഹായിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയമാണ് ഇനി കൊണ്ട് ഓടേണ്ടവരൊന്നും ഫിനിഷ് ചെയ്ത് ഞാൻ നിർത്തിക്കോട്ടെ മനുഷ്യ ഇതൊന്ന് സമ്മതിക്കൂല. ആ ഓക്കെ. നിങ്ങളെപ്പോലെ കുറച്ച് ആളുകളുടെ, ഞാൻ നിങ്ങളെ നിന്നല്ല കേട്ടോ, ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്. അതായത് എന്ത് ഇഷ്യൂ വന്നാലും ഉടനെ തന്നെ അതെടുത്ത് റിയാക്ട് ചെയ്ത്, അതായത് കാര്യകാരണങ്ങൾ സഹിതം ഇന്നതുകൊണ്ടാവാം. റിയാക്ഷൻ മീൻസ് ഇത് അവരുടെ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യണം എന്നല്ല, ഇത് പറയാൻ തോന്നിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് സോഷ്യൽ ഇഷ്യൂസ് കോസ് ചെയ്ത് ഇങ്ങനെ തന്നെ അതൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വരികയും അത് ലൈവായിട്ട് നിർത്തി അതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു കേസ് ഉണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അത് തുടരുക. പക്ഷേ ഞാൻ എൻ്റെ ആസ് എ പേഴ്സൺ, നമ്മൾ മീഡിയക്ക് മുന്നിലിരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാനും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഇപ്പൊ പറഞ്ഞല്ലേ കൊടുത്തു, നമ്മളത് ചിലപ്പോൾ ഈ ലോക്കൽസ് എന്നല്ല, ഞാൻ അതും പോട്ടെ, സാധാരണക്കാർക്ക് അത് കേൾക്കുമ്പോൾ കണക്റ്റഡ് ആവും, കൈയടിക്കും. പക്ഷേ അത് സ്ത്രീവിരുദ്ധമാവരുത്. ഇല്ല ഓക്കെ. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ വളരെ വാശിയുണ്ട്. അത് കാര്യം എൻ്റെ വീഡിയോസ് കാണാൻ നമുക്ക് അനലിറ്റിക്സ് നോക്കുമ്പോൾ അറിയാമല്ലോ, ഞാൻ വേണ്ടി കാണിച്ചു തരാം. ഇപ്പൊ ഫീമെയിലാ കൂടുതൽ കാണുന്ന അല്ല, അവർ കാണുന്ന എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, ചില വീഡിയോസ് അറിയാമായിരിക്കും അല്ലേ, പലർക്കും ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് പെൺകുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ ഈ വ്യൂവർഷിപ്പ് എനിക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നന്നായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പഴയ അവസ്ഥ തന്നെ തെറിവിളി കുറച്ചു, തെറിവിളി സെക്കൻഡറി. നമ്മൾ സ്ത്രീ തെറിവിളി ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, അതിലും വൃത്തികേടാണ് സ്ത്രീ വിരുദ്ധത പറയുക എന്നുള്ളത്. അങ്ങനെയല്ല, അത് അങ്ങനെ ഉള്ള, അതായത് അത് നമുക്ക് മനസ്സിലാവില്ല. 101% കൺഫേംഡ് ആയിട്ടുള്ള കേസിൽ പബ്ലിക്കിന്റെ പൾസ് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ചെയ്യാം. അതാ പറഞ്ഞു, പബ്ലിക്കിന്റെ പൾസ് എപ്പോഴും എങ്ങനെയായിരിക്കും, ആൾക്കൂട്ടത്തിന് കൈയടിയായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട, വി ആർ ഓർ ഹ്യൂമൻ ബീയിങ്, വി ഹാവ് സോൾ, വി ഹാവ് എന്താ പറയാ, നമുക്കൊക്കെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഞാൻ പിടിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കാൻ പറ്റത്തില്ലല്ലോ. വാഴ്ത്തപ്പെടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയണ ഉപയോഗിക്കുന്ന വേർഡ്സിന്റെ കാര്യത്തിലാണ്. എനിവേ, നമ്മൾ തമ്മിൽ തർക്കിച്ചിടി വെച്ച് പിരിയുമെന്നാണ് ആൾക്കാർ, കാഴ്ചക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ വളരെ നാളുകളായി കാണാൻ കൊതിച്ച, കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് 2 വർഷം ആണോ 24 എന്റെ ഈ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ അന്നാ കണക്ട് ആയത്. ആണല്ലേ? അന്ന് തൊട്ടിട്ട് ഇടക്കിടക്ക് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കാരണവശാൽ നമുക്കും കാണാൻ പറ്റില്ല. ഇങ്ങനെയായി. ഇത്തവണ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഇനി ഇന്റർവ്യൂ എടുത്തിട്ട് പോയാൽ ഇപ്പൊ പുള്ളി ഓർക്കുന്നുണ്ട്, പുല്ല് എന്റെ ഐഡിയ ആയി പോയത്. എന്താണെങ്കിലും എന്റെ ഐഡിയ ഇങ്ങോട്ട് ചോദിച്ചു വന്നതാണേ, ഞാനെന്ത് ചെയ്യാനാ, മറ്റേ ഞാൻ കുഞ്ഞ് സെലിബ്രിറ്റി ആയി പോയില്ലേ. എന്താണെങ്കിലും വരാൻ കാണിച്ചതിൽ വളരെയധികം നന്ദി. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്ത് റെസ്പോൺസിബിൾ കണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അതെനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുന്നു, നമ്മളുടെയൊക്കെ സ്ലാങ്ങിൽ ഒരു പുച്ഛഭാവം ഉണ്ട്, നമ്മുടെയൊക്കെ ഒരു നമുക്കുണ്ട്. അത് മാറ്റുക. അത് മാറ്റിയാലുള്ളൊരു ഗുണം എന്നാണെന്നറിയാമോ? വി ഹാവ് ക്വാളിറ്റേറ്റീവ് എന്താ പറയുക ഓഡിയൻസ് വരും. നമ്മുടെ വ്യൂവർഷിപ്പിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മറ്റേ ഇങ്ങനെ വന്നിരുന്നിട്ട് അമ്മയെന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധിക്കും എന്നും പറഞ്ഞ് വീഡിയോ ഒന്നും ചെയ്ത് ആരും കാണാൻ പോകണമെന്നില്ല. ചില വിഷയത്തിൽ അങ്ങനെ തന്നെ പറയണം. എല്ലാ സബ്ജക്റ്റും ഡിഫറെന്റ് ആണ്. ഞാൻ എടുക്കുന്ന സബ്ജക്ട് അനുസരിച്ച് തന്നെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഇത് ഉണ്ടാക്കി തന്നെ എന്റെ ആരാധന. ഇത് ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തുള്ള കാരണമൊന്നുമല്ല. അതുകൊണ്ട് ഇത്ര ലെങ്ത് പോയത്. നിങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂർ 1 മണിക്കൂറായിരിക്കും കാണുന്നത്, 2-3 മണിക്കൂറായിട്ട് വന്നിട്ട് വിശക്കണം. അപ്പൊ എന്താണെങ്കിലും വന്നതിന് വളരെയധികം സന്തോഷം. പിന്നെ പേഴ്സണൽ ഇഷ്യൂ ഒക്കെ പരിഹരിക്കപ്പെട്ട് പുതിയൊരു ലൈഫിലേക്കും കാലുവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ലൈഫാണ്, ഒഴുകുന്ന വെള്ളത്തിനൊപ്പം എതിരെ നീന്തിയില്ലെങ്കിലും തട്ടിമുട്ടിയൊക്കെ അങ്ങ് നീന്തട്ടെ. ഞാനും അങ്ങനെയൊക്കെ തന്നെ നീന്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം സഹിച്ച ആങ്കർ ശരണ്യക്കും അങ്ങനെ തന്നെ പേര്, അത് മറന്നോ. പിന്നെ വ്യൂവേഴ്സിനും നന്ദി, നമസ്കാരം. ഓക്കെ.